നമസ്കാരം. പ്രചണ്ഡ പ്രചാരണത്തിന് ശേഷം ചേലക്കരയിലും പാലക്കാടും അതേപോലെ വയനാട്ടിലും വോട്ടെണ്ണി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സമയം 8:50. ഈ സന്ദർഭത്തിൽ വയനാട്ടിലെ 26,000-ൽ മേലെ വോട്ടിന് പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നു എന്നുള്ള സുപ്രധാന വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതോടൊപ്പം മറ്റു മണ്ഡലങ്ങളിലുള്ള വാർത്ത നമുക്ക് നോക്കാം. അതായത് പാലക്കാട് സി കൃഷ്ണകുമാർ ആദ്യ റൗണ്ട് തുടങ്ങിയപ്പോൾ 1114 BJP സ്ഥാനാർത്ഥി മുന്നിലാണ്. ചേലക്കരയിലാണ് ഇടിച്ചു കയറിക്കൊണ്ട് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 2592 വോട്ടിൻ്റെ ലീഡിലാണിപ്പോൾ. ഇതേപോലെ തന്നെ വയനാട്ടിൽ 27,614 വോട്ടിൻ്റെ ലീഡാണ് 8:50 കടക്കുമ്പോൾ. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ 132 സീറ്റോടുകൂടി NDA മുന്നിലാണ്. തൊട്ടടുത്തായി 123 സീറ്റോടുകൂടി ഇന്ത്യ മുന്നണിയുടെ തൊട്ടടുത്ത് തന്നെ 10 സീറ്റോടുകൂടി സ്വതന്ത്രന്മാരുണ്ട്. ജാർഖണ്ഡിലാകട്ടെ 35 സീറ്റോടുകൂടി BJP മുന്നിലാണ്. ഇന്ത്യ മുന്നണി 29 സീറ്റോടുകൂടി പിന്നിലുണ്ട്. 7 സീറ്റുകൾ മറ്റു കക്ഷികൾക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം പാലക്കാട് നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ ആദ്യ റൗണ്ടിൽ മുനിസിപ്പാലിറ്റി ഏരിയയിൽ BJP ശക്തി കേന്ദ്രങ്ങളിലാണ് എണ്ണുന്നത്. അവിടെ 1114 വോട്ടിൻ്റെ ലീഡ് എന്ന് പറയുന്നത് മറികടക്കാൻ അടുത്ത ഘട്ടത്തിൽ കഴിയുമോ ഇല്ലേ എന്ന് നമുക്ക് കാത്തിരിക്കാം. 2021-ൽ 6,900 വോട്ടിൻ്റെ ലീഡാണ് E ശ്രീധരന് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയ കിട്ടിയത്. അത് മൊത്തത്തിൽ കഴിയണമെങ്കിൽ 104 ബൂത്ത് വരെ എണ്ണണം. ഇപ്പോൾ ആദ്യ റൗണ്ടാണെന്ന് പറഞ്ഞാൽ 14 ബൂത്തുകളാണ് എണ്ണുന്നത്. ആ 14 ബൂത്തുകൾ എണ്ണി കഴിയുമ്പോൾ 1114 വോട്ടിൻ്റെ ലീഡാണ് കൃഷ്ണകുമാറിന് കിട്ടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് സരിനുണ്ട്. സരിനും വോട്ട് ഉയർത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതേപോലെ തന്നെ UR പ്രദീപിൻ്റെ ലീഡ് 2592 എന്ന് പറഞ്ഞ ആദ്യ റൗണ്ട് എന്ന് പറയുന്നത് നല്ല ഭൂരിപക്ഷമാണ്. അത് ആദ്യ പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്ന് അറിയില്ലായിരുന്നു. മൂന്നാമത്തെ എണ്ണാൻ വരുന്നത് ചേലക്കര പഞ്ചായത്താണ്. ആ ചേലക്കര പഞ്ചായത്ത് വരുമ്പോൾ ഇതിനെ മറികടക്കും എന്നുള്ളതാണ് ആദ്യ റൗണ്ടിൽ കിട്ടുന്ന 2-3 റൗണ്ടിൽ കിട്ടുന്ന ഭൂരിപക്ഷത്തെ മറികടക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വയനാട്ടിൽ സുപ്രധാനമായ വാർത്ത, വോട്ട് എണ്ണിത്തുടങ്ങിയ മുതൽ പ്രിയങ്ക ഗാന്ധി ഏറെ മുന്നിലാണ്. തൊട്ടടുത്തൊന്നും ആരുമില്ല എന്നുള്ളതാണ് സത്യം മൊകേരി പിന്നിൽ 2ാം സ്ഥാനത്തുണ്ട്. 3ാം സ്ഥാനത്ത് NDA സ്ഥാനാർത്ഥി ആണ് ഉള്ളത്. മഹാരാഷ്ട്രയിലാകട്ടെ ഇപ്പോഴുണ്ടായിട്ടുള്ള മാറ്റം ഒന്നും പറയാൻ പറ്റില്ല. ഈക്വൽ ഫൈറ്റാണ് നടക്കുന്നത്. അതേപോലെ ഇവിടെ ജാർഖണ്ഡിലും ഏകദേശം ഈക്വൽ ഫൈറ്റിലാണ് പോകുന്നത്. ഇതാണ് ഇപ്പോൾ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് പറയാവുന്ന ഏറ്റവും പുതിയ വാർത്ത. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, BJP സ്ഥാനാർത്ഥിയുടെ കൃഷ്ണകുമാറിൻ്റെ വോട്ട് 1016 കുറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം 30,000 വോട്ടായിട്ട് ഇപ്പോൾ 8:53 ആകുമ്പോഴേക്കും പ്രിയങ്ക ഗാന്ധിയുടെ വോട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും എന്തായാലും ഒരു കാര്യം മാത്രമാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ UR പ്രദീപ് വിജയിക്കുമോ അതല്ല കൃഷ്ണകുമാർ വിജയിക്കുമോ അവിടെ വേറെ ആരെങ്കിലും വിജയിക്കുമോ ഇപ്പോൾ പറയാൻ പറ്റില്ല. ആദ്യ റൗണ്ടിൽ നമുക്ക് കാത്തിരിക്കാം. ആദ്യ റൗണ്ടിൻ്റെ മാത്രമാണ് ഇപ്പോഴത്തെ ഞാൻ പുറത്തുവിടുന്നത്. നമുക്ക് ഓരോ ഘട്ടത്തിലും കൃത്യമായി കാത്തിരിക്കുക, കൃത്യമായി നമ്മൾ പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.